രാഷ്ട്രീയത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ സ്വന്തം പാർട്ടിയുടെ ചരിത്രം പോലും അറിയാതെ, അല്ലെങ്കിൽ അത് സൗകര്യപൂർവ്വം മറന്നുകൊണ്ട് വീണ്ടും വീണ്ടും പഴയ അബദ്ധങ്ങളിലേക്ക് തന്നെ എടുത്തു ചാടുന്നതിനെ നാം എന്ത് വിളിക്കണം? രാഷ്ട്രീയ അന്ധതയെന്നോ അതോ ചരിത്രബോധമില്ലായ്മയെന്നോ? കേരളത്തിലെ കോൺഗ്രസിനെയും UDF സംവിധാനത്തെയും നോക്കുമ്പോൾ പലപ്പോഴും തോന്നിപ്പോകുന്നത് രണ്ടാമത്തെ കാര്യമാണ്. സ്വന്തം പാർട്ടിയുടെ വളർച്ചയുടെയും തളർച്ചയുടെയും നാൾവഴികൾ ഇന്നത്തെ പല നേതാക്കൾക്കും അറിയില്ല. AC മുറികളിലിരുന്ന് PR ഏജൻസികൾ എഴുതി കൊടുക്കുന്ന വാക്കുകൾ തൊണ്ട തൊടാതെ വിഴുങ്ങുമ്പോൾ അത് ചെന്ന് തറയ്ക്കുന്നത് സ്വന്തം നെഞ്ചിലേക്കാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. ഇലക്ഷൻ വരുമ്പോൾ വോട്ടർമാരെ ആവേശത്തിലാക്കാൻ ഇറക്കുന്ന മുദ്രാവാക്യങ്ങൾ പലപ്പോഴും ആ മുന്നണിയെ തന്നെ തിരിഞ്ഞു കൊത്തുന്ന കാഴ്ച നാം പലവട്ടം കണ്ടിട്ടുണ്ട്. എന്നിട്ടും പഠിക്കാത്തവരോട് എന്തു പറയാനാണ്? വാക്കുകൾക്ക് മൂർച്ചയുണ്ട്, എന്നാൽ ആ വാക്കുകളിലെ അക്ഷരങ്ങൾക്കൊന്ന് സ്ഥാനചലനം സംഭവിച്ചാൽ അത് വലിയൊരു രാഷ്ട്രീയ ആയുധമായി മാറുമെന്ന് കേരളത്തിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് അത്തരമൊരു ചരിത്രത്തെക്കുറിച്ചാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ UDF പുറത്തിറക്കിയിരിക്കുന്ന പുതിയൊരു മുദ്രാവാക്യം ചരിത്രത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരെ നോക്കി പല്ലിളിക്കുന്ന ഒരു കാഴ്ചയെക്കുറിച്ചാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ മുദ്രാവാക്യങ്ങൾക്ക് വലിയൊരു സ്ഥാനമുള്ളതായി കാണാം. അണികളിൽ ആവേശം നിറയ്ക്കുവാനും എതിരാളികളുടെ നെഞ്ചിൽ തീ കോരിയിടുവാനും പാകത്തിലുള്ള ആയിരക്കണക്കിന് മുദ്രാവാക്യങ്ങൾ ഈ മണ്ണിൽ മുഴങ്ങിക്കേട്ടിട്ടുണ്ട്. അത് വെറുമൊരു വാക്കുകളുടെ കളിയല്ല, മറിച്ച് ആ സമയത്തെ ഒരു ജനതയുടെ വികാരത്തെ അല്ലെങ്കിൽ ഒരു മുന്നണി ജനങ്ങളിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ സന്ദേശത്തെ ഒറ്റ വരിയിൽ സംഗ്രഹിക്കുന്ന മാന്ത്രിക വിദ്യയാണത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി UDFൻ്റെ മുദ്രാവാക്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഓരോ തിരഞ്ഞെടുപ്പിലും ഓരോ പുതിയ പരീക്ഷണങ്ങൾ. 2011 തിരഞ്ഞെടുപ്പിൽ അവർ പറഞ്ഞു, വികസനവും കരുതലുമുള്ള ഭരണം. ഇടതുപക്ഷത്തിൻ്റെ ഭരണം വികസനം മുരടിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഉയർന്ന ആ മുദ്രാവാക്യം ജനങ്ങൾ ഏറ്റെടുത്തു. അവർ അധികാരത്തിൽ വന്നു. പിന്നീട് 2016 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ തുടർഭരണം ലക്ഷ്യമിട്ട് അവർ ഇറക്കിയ മുദ്രാവാക്യം എന്തായിരുന്നു? വളരണം ഈ നാട്, തുടരണം ഈ ഭരണം. മെട്രോയും വിമാനത്താവളവും ഒക്കെ കാണിച്ച് വമ്പൻ പരസ്യങ്ങൾ. പക്ഷേ അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിക്കുളിച്ച് നിന്ന് ആ ഭരണത്തെ തുടരാൻ ജനങ്ങൾ അനുവദിച്ചില്ല. നാട് വളരണമെങ്കിൽ ഈ ഭരണം മാറണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചു. 2021 തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും UDFൻ്റെ മുദ്രാവാക്യത്തിൽ ഒരു വല്ലാത്ത ആശയക്കുഴപ്പമുണ്ടായിരുന്നു. നാട് നന്നാകാൻ UDF എന്നായിരുന്നു അന്നത്തെ പ്രധാന ക്യാപ്ഷൻ. ഒരു ഭരണമാറ്റം സ്വപ്നം കണ്ടിറങ്ങിയ മുന്നണിക്ക് വോട്ടർമാരുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഒരു ക്യാച്ച് വേഡ് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അതേസമയം മറുഭാഗത്ത് ഇടതുപക്ഷത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ സ്വാധീനമൊന്ന് താരതമ്യം ചെയ്തു നോക്കുക. മുദ്രാവാക്യങ്ങൾ എങ്ങനെ ജനമനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങണമെന്നതിൻ്റെ കൃത്യമായ ഉദാഹരണങ്ങളായിരുന്നു അത്. 2016 UDF സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരം കത്തി നിൽക്കുന്ന സമയത്ത് LDF ഇറക്കിയ ആ ഒറ്റ വരി മുദ്രാവാക്യം ഓർമ്മയില്ലേ? LDF വരും, എല്ലാം ശരിയാകും. കേരളത്തിലെ ചായക്കടകളിലും ബസ് സ്റ്റാൻഡുകളിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം ആ വാചകം തരംഗമായി. ഒരു ശരാശരി വോട്ടറുടെ മനസ്സിലെ നിരാശയ്ക്ക് നൽകിയ വലിയൊരു പ്രതീക്ഷയായിരുന്നു ആ വാചകം. LDF വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. ഇനി 2021 വരാം. പ്രളയവും നിപ്പയും കോവിഡുമൊക്കെയായി കേരളം വിറങ്ങലിച്ചു നിന്ന കാലം. സർക്കാർ നൽകിയ കിറ്റും ക്ഷേമ പെൻഷനും ജനങ്ങൾക്ക് താങ്ങായി നിന്ന സമയം. അന്ന് അവർ ഇറക്കിയ മുദ്രാവാക്യം വളരെ ലളിതമായിരുന്നു, എന്നാൽ അങ്ങേയറ്റം ശക്തവും. ഉറപ്പാണ് LDF. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു ഭരണകൂടം ജനങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസത്തിൻ്റെ ഉറപ്പ്. ആ ഒരൊറ്റ വാക്കിൽ പ്രതിപക്ഷത്തിൻ്റെ സകല പ്രചരണങ്ങളും തവിടുപൊടിയായി. ചരിത്രം തിരുത്തിക്കൊണ്ട് LDF ഭരണ തുടർച്ച നേടി. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പഴയ ക്ഷീണമെല്ലാം മാറ്റിയെടുക്കാൻ UDF ഇപ്പോൾ ഒരു പുതിയ മുദ്രാവാക്യം രൂപീകരിച്ചിരിക്കുകയാണ്. എന്താണെന്നോ? കേരളം ജയിക്കും, UDF നയിക്കും. ഗംഭീരമായിട്ടുണ്ടല്ലേ? കേൾക്കാൻ നല്ല പ്രാസമുണ്ട്, നല്ല താളമുണ്ട്. പക്ഷേ UDFകാരോട്, പ്രത്യേകിച്ച് ഈ മുദ്രാവാക്യം ഡിസൈൻ ചെയ്ത PR ബുദ്ധികേന്ദ്രങ്ങളോട് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് താഴ്മയായി ഒരു അപേക്ഷയുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളുടെ നല്ലതിനു വേണ്ടി പറയുകയാണ്, നിങ്ങൾ ഈ മുദ്രാവാക്യം ഉപയോഗിക്കരുത്.
ഇനി അഥവാ എൻ്റെ ഈ മുന്നറിയിപ്പ് അവഗണിച്ച് നിങ്ങൾ ഈ മുദ്രാവാക്യവുമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന നിങ്ങളുടെ തന്നെ പാർട്ടിയുടെ ചരിത്രത്തിലെ ഒരു പഴയ കഥ കൂടി ഒന്ന് കേൾക്കാൻ നിങ്ങൾ തയ്യാറാകണം. അതിനുശേഷം മാത്രം ഈ ക്യാപ്ഷൻ ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഈ കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്നത്തെ തലമുറയിലെ കോൺഗ്രസ് പ്രവർത്തകരോട് എനിക്കൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് എം.എ. ജോണിനെ അറിയാമോ? ഇന്നത്തെ പല ഖദർദാരികൾക്കും ഈ പേര് ഒരുപക്ഷെ ഓർമ്മയുണ്ടാകില്ല. പക്ഷേ കേരളത്തിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്, പ്രത്യേകിച്ച് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾക്ക് ഇന്നീ കാണുന്ന അടിത്തറയുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ കാരണം എം.എ. ജോൺ എന്ന ആ മനുഷ്യനാണ്. 1957 ക്യാമ്പസുകളിൽ കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ആധിപത്യം നിലനിൽക്കുന്ന കാലത്ത് ആലപ്പുഴയിൽ വച്ച് KSU എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകിയ ആദ്യകാല നേതാക്കളിൽ പ്രമുഖൻ. അന്ന് എം.എ. ജോണിൻ്റെ പ്രസംഗങ്ങൾ കേട്ട് ആവേശം കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് സാക്ഷാൽ A.K. ആൻ്റണിയും ഉമ്മൻചാണ്ടിയും വയലാർ രവിയുമൊക്കെ. ചുരുക്കത്തിൽ ഇന്നത്തെ കേരളത്തിലെ പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും രാഷ്ട്രീയ ഗുരുസ്ഥാനീയനായിരുന്നു എം.എ. ജോൺ. പക്ഷേ ആദർശത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല. കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പിസവും അഴിമതിയും അധികാരക്കൊതിയും പിടിമുറുക്കി. അന്നത്തെ കോൺഗ്രസിലെ കരുത്തനായ നേതാവായിരുന്ന K. കരുണാകരൻ്റെ പ്രായോഗിക രാഷ്ട്രീയത്തോടും ശൈലിയോടും എം.എ. ജോണിന് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. മൂല്യങ്ങൾ മറന്നുള്ള രാഷ്ട്രീയ നീക്കുപോക്കുകളെ അദ്ദേഹം നിശിതമായി വിമർശിച്ചു. പാർട്ടിയെ ശുദ്ധീകരിക്കാൻ വേണ്ടി അദ്ദേഹം കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു സമാന്തര വിഭാഗത്തിന് രൂപം നൽകി. അതിൻ്റെ പേരായിരുന്നു പരിവർത്തനവാദി കോൺഗ്രസ്. ഒരു വശത്ത് എം.എ. ജോണും അദ്ദേഹത്തിൻ്റെ പരിവർത്തനവാദികളും, മറുവശത്ത് കരുണാകരനും സാക്ഷാൽ എം.എ. ജോൺ തന്നെ വളർത്തിക്കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ A.K. ആൻ്റണിയും ഉമ്മൻചാണ്ടിയും ഉൾപ്പെടുന്ന ഔദ്യോഗിക പക്ഷവും പോര് തെരുവിലേക്കും ക്യാമ്പസുകളിലേക്കും നീണ്ടു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവത്തിലേക്ക് വരാം. പണ്ട് കോൺഗ്രസിൻ്റെ പോരാളിയായിരുന്ന എം.എ. ജോൺ പാർട്ടിയിലെ അഴിമതിക്കെതിരെ പോരാടാൻ പരിവർത്തനവാദി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കേരളം മുഴുവൻ നീളുന്ന വലിയൊരു പദയാത്ര നടത്താൻ തീരുമാനിച്ചു. ജാഥയ്ക്ക് മുന്നോടിയായി അദ്ദേഹത്തിന് അണികൾ കേരളമെമ്പാടും ആവേശത്തോടെ പോസ്റ്ററുകൾ ഒട്ടിക്കുകയും ചുവരെഴുത്തുകൾ നടത്തുകയും ചെയ്തു. കേരളത്തിലെ മതിലുകളിലെല്ലാം കൂറ്റൻ അക്ഷരത്തിൽ അവർ ഇങ്ങനെ എഴുതി വച്ചു: എം.എ. ജോൺ നമ്മെ നയിക്കും. വളരെ വ്യക്തമായ സന്ദേശം. എം.എ. ജോൺ മുന്നിൽ നിന്ന് നയിക്കും, പരിവർത്തനവാദികൾ പുതിയ ചരിത്രം സൃഷ്ടിക്കും. പക്ഷേ ഈ ജാഥയും ചുവരെഴുത്തുകളും ഔദ്യോഗിക കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദനയായി. എം.എ. ജോണിനെ എങ്ങനെയും പരിഹസിക്കാനും താഴ്ത്തിക്കെട്ടാനും അവർ തക്കം പാർത്തിരുന്നു. അങ്ങനെയിരിക്കെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പക്ഷത്തുള്ള ചില ബുദ്ധികേന്ദ്രങ്ങൾ അങ്ങോളം ഇങ്ങോളം നടന്ന് ആ ചുവരെഴുത്തുകളിൽ ഒരു ചെറിയ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. അവർ മറ്റൊന്നും ചെയ്തില്ല. നയിക്കും എന്ന വാക്കിലെ ഈ എന്ന അക്ഷരം മാത്രം വളരെ വിദഗ്ധമായി മായ്ച്ചു കളഞ്ഞു. അല്ലെങ്കിൽ ആ ഭാഗത്ത് മാത്രം കുറച്ച് കറുത്ത പെയിൻ്റ് അടിച്ചു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കണ്ടത് ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ തമാശയായിരുന്നു. എം.എ. ജോൺ നമ്മെ നയിക്കും എന്നെഴുതിയത് പിന്നെ ആൾക്കാർ വായിച്ചത് എം.എ. ജോൺ നമ്മെ നക്കും എന്നാണ്. കാരണം ഈ എന്ന അക്ഷരം കോൺഗ്രസ്സുകാർ മായ്ച്ചു കളഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ ആ അവസ്ഥ. ആദർശം പ്രസംഗിച്ച് കേരളം മുഴുവൻ കാൽനടയായി യാത്ര ചെയ്തു വരുന്ന ഒരു മഹാനായ നേതാവിനെ വരവേൽക്കാൻ അദ്ദേഹത്തിൻ്റെ മാതൃസംഘടനയിലെ അണികൾ തന്നെ എഴുതി വച്ചിരിക്കുന്ന വാചകമാണ്. എന്ത് വലിയൊരു രാഷ്ട്രീയ ദുരന്തമായിരുന്നു അത്. എം.എ. ജോണിൻ്റെ ജാഥ അതോടെ ഒരു വലിയ പ്രഹസനമായി മാറി. നാട് മുഴുവൻ ആ ചുവരെഴുത്ത് കണ്ട് ചിരിച്ചു മറഞ്ഞു. ആ ഒറ്റ ഈ മാച്ചതിലൂടെ അദ്ദേഹത്തിൻ്റെ പരിവർത്തനവാദി പ്രസ്ഥാനത്തിൻ്റെ നടുവൊടിക്കാൻ ഔദ്യോഗിക പക്ഷത്തിന് കഴിഞ്ഞു. ഇനി ഇതിലെ ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം എന്താണെന്നോ, ഈ തുടച്ചു മാറ്റാൻ മുന്നിൽ നിന്നതും ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തതും മറ്റാരുമല്ല, സാക്ഷാൽ A.K. ആൻ്റണിയുടെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക സംഘമായിരുന്നു എന്നാണ് കോൺഗ്രസ് ചരിത്രകാരന്മാർ തന്നെ പിന്നീട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സ്വന്തം ഗുരുവിൻ്റെ രാഷ്ട്രീയ ഭാവം ഇല്ലാതാക്കാൻ ശിഷ്യന്മാർ തന്നെ പ്രയോഗിച്ച ഏറ്റവും മൂർച്ചയുള്ള ആയുധം. ഈ കാര്യങ്ങളൊന്നും ഇന്നത്തെ പല രാഷ്ട്രീയക്കാർക്കും, പ്രത്യേകിച്ച് UDFൻ്റെ PR വർക്കുകൾ ചെയ്യുന്നവർക്കും അറിയില്ല. അതുകൊണ്ടാണ് യാതൊരു ചരിത്രബോധവുമില്ലാതെ ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ അവർ പലപ്പോഴും പുറത്തിറക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ആകട്ടെ, UDF ആകട്ടെ, ഇനി മറ്റേതെങ്കിലും പാർട്ടിയാകട്ടെ, തിരഞ്ഞെടുപ്പ് ക്യാപ്ഷനുകൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം. അക്ഷരങ്ങൾ കൂട്ടി വായിക്കുമ്പോഴും അതിൽ നിന്ന് ഏതെങ്കിലും ഒരു അക്ഷരം അടർന്നു മാറുമ്പോഴും എന്തർത്ഥമാണ് ഉണ്ടാകുന്നത് എന്ന് 10 വട്ടം ചിന്തിക്കണം. അല്ലെങ്കിൽ ആ ക്യാപ്ഷൻ അത് ഉണ്ടാക്കിയവർക്ക് തന്നെ വലിയ തിരിച്ചടിയാകും.
അത്തരത്തിലുള്ള ഒരു വൻ അപകടം പിടിച്ച ക്യാപ്ഷനാണ് ഇപ്പോൾ UDF പുറത്തിറക്കിയിരിക്കുന്നത്. കേരളം ജയിക്കും, UDF നയിക്കും. എൻ്റെ പ്രിയപ്പെട്ട UDF നേതാക്കളെ, പഴയ MA ജോണിൻ്റെ കഥ ഒന്നുകൂടി ഓർക്കുക. നിങ്ങളുടെ പുതിയ മുദ്രാവാക്യത്തിലെ ജയിക്കും, നയിക്കും എന്നീ 2 വാക്കുകളിലും ആ പഴയ വില്ലനായ ഒളിച്ചിരിപ്പുണ്ട്. എതിർപക്ഷത്തുള്ള ഏതെങ്കിലും ബിരുദന്മാർ പണ്ട് ആൻ്റണി ഗ്രൂപ്പ് ചെയ്തതുപോലെ ആ അങ്ങ് മാച്ചു കളഞ്ഞാൽ നിങ്ങളുടെ മുദ്രാവാക്യം എന്തായി മാറുമെന്ന് ഒന്ന് സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ടോ? കേരളം UDF അർത്ഥം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഇന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകത കൂടി നിങ്ങൾ ഓർക്കണം. പണ്ട് സമൂഹ മാധ്യമങ്ങളൊന്നും ഇല്ലാതിരുന്ന വെറും കരി ഓയിലും കുമ്മായവും മാത്രം ഉപയോഗിച്ച് മതിൽ വരച്ചിരുന്ന കാലത്താണ് MA ജോണുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആ മുദ്രാവാക്യം മായ്ച്ചു കളഞ്ഞ സംഭവം ഇത്രത്തോളം വലിയൊരു രാഷ്ട്രീയ കോളിളക്കവും നാണക്കേടും ഉണ്ടാക്കിയതെങ്കിൽ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളമായിരിക്കും? ഇന്ന് ചുവരെഴുത്തുകളേക്കാൾ കൂടുതൽ ഫേസ്ബുക്ക് പോസ്റ്ററുകളും വാട്സപ്പ് സ്റ്റാറ്റസുകളും ഇൻസ്റ്റഗ്രാം റീൽസുകളുമാണ് പ്രചരണായുധങ്ങൾ. നിങ്ങളുടെ ഡിജിറ്റൽ പോസ്റ്റർ ഇറങ്ങുന്ന അതേ നിമിഷം തന്നെ ഒരു ചെറിയ ഫോട്ടോ എഡിറ്റിംഗ് ആപ്പിലൂടെ ആ മായ്ച്ചു കളഞ്ഞ് എതിരാളികൾ അത് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയാൽ നിമിഷങ്ങൾക്കുള്ളിൽ ട്രോളുകളുടെ ഒരു പ്രളയം തന്നെയായിരിക്കും കേരളത്തിൽ സംഭവിക്കുക. കോടിക്കണക്കിന് രൂപ മുടക്കി നിങ്ങൾ നടത്തുന്ന തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ഒറ്റ രാത്രി കൊണ്ട് ഒരു മഹാ കോമഡിയായി മാറും. പിന്നീട് നിങ്ങൾ എന്ത് ന്യായീകരണം പറഞ്ഞാലും ജനങ്ങൾ അത് കേട്ട് ചിരിക്കുകയേ ഉള്ളൂ. അതുകൊണ്ട് UDF നേതൃത്വത്തിലുള്ളവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങളുടെ ഈ പുതിയ മുദ്രാവാക്യം കണ്ടപ്പോൾ പഴയ ചരിത്രത്തിലെ ആ പഴയ മാച്ച കഥ വെറുതെ എൻ്റെ ഓർമ്മയിലേക്ക് ഓടി വന്നു. അതുകൊണ്ട് ഈ ചരിത്രപരമായ അബദ്ധം ഒന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. ഈ ക്യാപ്ഷൻ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇനി ഇത് മാറ്റണോ അതോ ഈ പണി ഇരന്നു വാങ്ങണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്തവർ അതേ അബദ്ധങ്ങൾ വീണ്ടും ആവർത്തിച്ച് സ്വയം പരിഹാസ്യരാകുമെന്നത് കാലത്തിൻ്റെ ഒരു കാവ്യനീതിയാണ്. ക്യാപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കുക. പിന്നീട് ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. എതിരാളികളെ ചീത്ത വിളിക്കാൻ പോകുന്നതിന് മുൻപ് സ്വന്തം പാർട്ടിയുടെ ചരിത്രമെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് തുടങ്ങുക. അപ്പോൾ എങ്ങനെയാണ്? UDF നയിക്കുമോ അതോ തീരുമാനം നിങ്ങളുടേതാണ്?